മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെട്ടിലാക്കി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. സമസ്തയെ നിരന്തരം അധിക്ഷേപിക്കുന്ന ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ മാറ്റണമെന്ന് ഉമർ ഫൈസി ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയാണ് BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണത്തിൽ KS ഹംസ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും ഉമർ ഫൈസി മുക്കം റിപ്പോർട്ടിനോട് പറഞ്ഞു. എന്നാൽ ആരോപണങ്ങളോട് ലീഗ് പ്രതികരിച്ചിട്ടില്ല. സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് അടുത്ത കാലത്തായി ലീഗ് പ്രവർത്തിക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിരന്തരം സമസ്തയെ അവഹേളിക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം. മുസ്ലിം ലീഗിലെ 75-80% ആളുകളും സമസ്തക്കാരാണ്. അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്ന, പരസ്യമായി വിമർശിക്കുന്ന ഒരാൾ അതിന്റെ സെക്രട്ടറി ആയിരുന്നാൽ അതാർക്കാ ദോഷം ചെയ്യുക? മുസ്ലിം ലീഗിന് പാർട്ടിക്കല്ലേ ദോഷം ചെയ്യുക? അത് പാർട്ടി മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കി സമസ്ത പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരം ആൾക്കാരൊക്കെ മാറ്റി നിർത്തണ്ടേ? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് CPM ആണ്. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. പൊന്നാനിയിൽ സമസ്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. എന്നാൽ KS ഹംസ സമസ്തക്കാരനാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണത്തെക്കുറിച്ച് KS ഹംസയുടെ ആരോപണം അന്വേഷിക്കണമെന്നും ഉമർ ഫൈസി. ഹൈദരലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ ആത്മീയ നേതാവ്, സമസ്തയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എളുപ്പം കൂട്ടിയ പ്രവൃത്തി വരെ ED അന്വേഷണമാണെന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറയുന്നു. നമ്മൾ പറയുന്നതല്ല. അവരത് അദ്ദേഹം അത് സംഘടനയുടെ ലീഗിന്റെ വേദിയിൽ തന്നെ പറഞ്ഞപ്പോൾ അതിന്റെ കാരണമായിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുന്നു. നിരന്തരം CPM അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മുതിർന്ന മുഷാവറാംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് സമസ്തയിലെ ലീഗ് അനുകൂലികളെയും ലീഗ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഉമർ ഫൈസിക്ക് മറുപടി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.